ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി മിക്ക ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വിവർ എന്നായിരുന്നു. അപ്പോൾ മറ്റേ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശം എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ നമ്മളെ ചാനൽ തുടങ്ങിയ ഇതിലിപ്പോൾ ആദ്യം ഒരു തെങ്ങ് മുറിക്കാനാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കെയറോഫിലൊന്നുമല്ല, അല്ലാതെ തന്നെ ഒരു തെങ്ങ് മുറിക്കാനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സാധനമൊക്കെ വണ്ടിമേ കെട്ടി എല്ലാം സെറ്റാക്കി പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7:30 ആ സമയമായി. ഓക്കെ, അപ്പോൾ ബാക്കി അവിടെ വെച്ചിട്ട് ഓക്കെ. ഓ ഗൈസ്, ഇതാണ് നമ്മളെ തെങ്ങ്. അപ്പോൾ കുറച്ച് ടാസ്ക്കാണ്. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കാര്യം തുടങ്ങുക കേട്ടോ. ഇപ്പോൾ തണുപ്പുമായതുകൊണ്ട് ഇത്രയായിട്ട് ഫാസ്റ്റായിട്ടൊന്നും എത്തൂല, എന്നാലൊരു പാകത്ത് നല്ല ചൂടായി. സമയമായിട്ടുള്ളപ്പോഴേക്കും നല്ല ചൂടായി. ഇനിയിപ്പോൾ അതിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതിന് പട്ടയൊക്കെ ഇറക്കണം. ആ സൈഡ് വീടായതുകൊണ്ട് ഈ സൈഡ് ചെറിയൊരു പൈപ്പ് തറ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തിരി ടാസ്ക്കാണ്, എന്നാലും നല്ല അഡ്ജസ്റ്റ് ചെയ്ത് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടും. പിന്നെ നമ്മൾ മെഷീനും ഇതൊന്നും എല്ലാം തിളപ്പിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ പലരും പല ഇതിലാണ് കയറുന്നത് കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ നമ്മളെ ചാക്കുണ്ടല്ലോ, അതിൻ്റെ തിളപ്പ് വെച്ചിട്ടാണ് അതിങ്ങനെ ചുളുക്കിയിട്ടാണ് അതിൽ വെച്ചിട്ടാണ് കയറുന്നത്. പലരും പല ഇതാണ് കയറ്റാണ്. ഏകദേശം നമ്മളെ തെങ്ങിന് മേലത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ തൂമ്പ് ഒഴിവാക്കുക, അതിനുശേഷം കുരലിൻ്റെ താഴത്തേക്ക് ഇറങ്ങുക, പിന്നെ അവിടെ മേലെ വലിയ കയറ് വെട്ടുക. കയറ് വെട്ടിന് ശേഷം ഒരു 6-7 ആ ലെവലൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പൈപ്പ് പുറത്ത് തറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും തട്ടാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തെങ്ങ് മുറിച്ചിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സുഖമായതിൽ ഇതാണെന്നാണ്. അല്ലെങ്കിൽ 2 അടി 3 അടി അതിലേറെ വലുപ്പത്തിൽ മുറിച്ചിട്ടിട്ടില്ല അവിടെ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ പള്ളി മുതലൊരു പേജ് മര്യാദയ്ക്ക് വെച്ചിട്ട് തിരിച്ചിട്ട് അങ്ങനെയാണ്. പിന്നെ മുത വെക്കുമ്പോൾ ഒത്തിരി കയറ്റി വെക്കുക. അറിയാത്തവർ ഉണ്ടാവും കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇച്ചിരി തള്ളി കൊടുത്തു കഴിഞ്ഞാൽ വീടൊക്കെ ഉണ്ട്, കണ്ടില്ലേ, പുറത്ത് തറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീടിൻ്റെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് പായും മരം, ഏത് മരം ആയിക്കോട്ടെ, ഇടം മുറിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും സുഖം അതാണ്, ഒന്ന് തള്ളി കൊടുത്താൽ കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് പോരും. അപ്പോൾ അതേപോലെ തന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഈ എങ്ങനെ ഈ ഊരമ്മ ഇത്ര വയറുകളൊക്കെ തൂക്കിയിട്ട്. അതൊക്കെ എന്താ വെച്ചാൽ അതങ്ങനെ ചേലായി. എനിക്ക് തോന്നുന്ന ഏറ്റവും സുഖദാനം തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ മറ്റവരൊക്കെ പലതും പല പോലെ ചെയ്യണമല്ലോ. അപ്പോൾ ഏകദേശം നമ്മളെ മുറി തീരുമാനമാകാനായിട്ടോ. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഓക്കെ, ലാസ്റ്റത്തെ ഒരു കഷ്ണം മുറിക്കാൻ തുടങ്ങി നമ്മൾ. അപ്പോൾ ഏകദേശം ഒരു 4 അടിക്ക് കയറ്റിയിട്ടാണ് മുറിച്ചേട്ടോ. അപ്പോൾ ഇതുവരെ ഒന്നും കുഴപ്പമില്ല. ഓക്കെ, റാത്താണ്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ വണ്ടിയൊക്കെ കയറ്റി. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതിനിപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പലരും പല റേറ്റാണ് ഈ തെങ്ങായാലും മരമായാലും എന്തായാലും മുറുക്കിനൊക്കെ മേടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പാവങ്ങളിപ്പോൾ നമ്മളും പാവങ്ങൾ തന്നെയാണ്. അപ്പോൾ പച്ച സാധാ ആൾക്കാരുടെ അടുത്ത് നമ്മൾ കണ്ടറിയണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തെങ്ങിനൊരു
1500, 2, 2.5 ആ ലെവലിലൊക്കെ മേടിക്കണവരുണ്ട്. 3, 3.5, 5 വരെ മേടിക്കണവരുണ്ട്. അപ്പോൾ ഇതൊരു പാവപ്പെട്ട ഒരു വീട്ടുകാരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു കുറച്ച് റിസ്ക് ഉണ്ട്, പട്ടയൊക്കെ വെട്ടി അതിൻ്റെ പട്ടുള്ള ഭാഗം ഇതാക്കിയില്ല, കുറച്ചൊരു ഏകദേശം ഒരു 6 അടി 7 അടി ആ ഇതിൽ മുറിച്ച് സെറ്റാക്കി. പിന്നെ അതിനേശം ഒരു 3-4 മുറി മുറിച്ച് അങ്ങനെ ഇതാക്കി. അപ്പോൾ ഇവരെ നമ്മൾ ഏകദേശം ഒരു 1500 ആ ഇതിലാണ് മേടിച്ചത്. ഞാൻ 2 പറഞ്ഞു. അപ്പോൾ അവർ മോനതുള്ളൂന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമ്മൾ തർക്കിക്കാനും നിന്നില്ല. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഏതായാലും മേലെ ആൾ കാണുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇവർക്ക് കുറച്ച് കൊടുത്താൽ അവിടെ നമുക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ സ്ഥാനം അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള കുറവുകളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ ശരിയാക്കാം. ഓക്കെ, പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നോർമൽ കയറ്റാണ് കയറുന്നത് കേട്ടോ. അളുപ്പ് വിട്ട് അങ്ങനെ ഊര കയറിട്ട് അങ്ങനെയാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ സ്പൈക്ക് മേടിക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. സ്പൈക്കുമ്പോൾ പലരും പറയുന്നുണ്ട്, പല അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ കയറുന്നവർ പറയുന്നത് റിസ്ക് ഇല്ല, അടിപൊളിയായിട്ട് കയറാം. ഇപ്പോൾ ഒരു മരത്തുമ്പോൾ കയറിയാൽ റെസ്റ്റും കൂടി എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മൾ വർക്കൊക്കെ സെറ്റായിട്ട് ഒന്ന് മേടിക്കണം എന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോർമൽ കയറ്റാണ് നമ്മൾ കയറുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അവരെല്ലാവർക്കും ബൈ.